വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അടിവരയിട്ട് പറയാനാണ് ഞാൻ ഇപ്പോ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന മാതിരി ഡൽഹി ഇപ്പോ കത്തുകയാണ്. എന്താണ് കാര്യം? പുതുതായിട്ട് രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടി CJP സമരത്തിലാണ്. ആ സമരം നടത്തുന്നത് പ്രധാനമായും യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. അവരുടെ ആവശ്യം വളരെ ലളിതമാണ്. അഖിലേന്ത്യാ തലത്തിലുള്ള ഇവിടുത്തെ യുവാക്കളുടെ ഭാവിയെ വളരെയധികം ബാധിക്കുന്ന ഒരു പരീക്ഷ നടത്താൻ പ്രാപ്തിയില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി പ്രധാൻ രാജിവെക്കണമെന്നാണ്. എന്താ സംഭവിച്ചത്? ആ കുട്ടികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ പ്രധാൻ രാജിവെക്കുന്നതിന് പകരം, പ്രധാനോട് രാജിവെക്കാൻ പറയുന്നതിന് പകരം പോലീസിനെ ഉപയോഗിച്ച് അവരെ അടിച്ചമർക്കുകയുണ്ടായി. അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിന്ന് നിരാഹാരം കിടക്കുന്ന വാങ്ചുക് എന്ന് പറയുന്ന സമരഭടനെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതെ, അവിടെയും നിരാഹാരം തുടരുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്. പൗരാവകാശങ്ങളിലും ജനാധിപത്യത്തിലും നിയമവാഴ്ചയിലും വിശ്വാസമുള്ള നമ്മുടെ എല്ലാം പിന്തുണ അർഹിക്കുന്ന ഒരു സമരമാണിത്. ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവാക്കളും മാധ്യമപ്രവർത്തകരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റൊരു പരിഗണനയും കൂടാതെ അതിന് പിന്തുണ കൊടുക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. അത് തീവ്രവാദികളുടെ സമരമാണ്. അതിവിടെ ആണ് ഗവൺമെന്റ് പറയുന്നത്. ഗവൺമെന്റിനെതിരായിട്ട് എന്ത് പറഞ്ഞാലും അത് തീവ്രവാദികളുടെയാണ്, അല്ലെങ്കിൽ ദേശവിരുദ്ധന്മാരെയാണ്, അല്ലെങ്കിൽ ഇന്ത്യ വിരോധം കൊണ്ടാണ് എന്നൊക്കെ പറയാണ്. ഇതിലൊരു വിരോധത്തിൻ്റെയും കാര്യമില്ല. ഇതിൽ സത്യം പറഞ്ഞാൽ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമോ മറ്റൊരു പരിഗണനയില്ല. അവർ പറഞ്ഞ ന്യായമല്ലേ? ആ പ്രധാന് ആ സ്ഥാനത്തിരിക്കാൻ എന്താണ് അർഹത? പിന്നെ അത്തരം ഒരു സമരം ഇങ്ങനെ അവരുടെ സമരപ്പന്തൽ പൊളിച്ചിട്ടും അവരെ അടിച്ച് തല പൊട്ടിച്ചിട്ടും അവരെ ആശുപത്രിയിലാക്കിയിട്ടും അവസാനിപ്പിക്കാൻ കഴിയും? അപ്പോൾ ഇന്ത്യൻ യുവത്വത്തെ മുഴുവൻ അഭിസംബോധന ചെയ്യുന്ന ഒരു സമരമാണിത്. ഇങ്ങനെ നിങ്ങൾക്ക് ജാതിയും മതവും പറഞ്ഞ് അധികാരം നേടുക, എന്നിട്ട് ആ തരത്തിൽ കിട്ടിയ അധികാരം ദുരുപയോഗം ചെയ്യുക, കെടുകാര്യസ്ഥത, അഴിമതി, സ്വജനപക്ഷപാതം തുടങ്ങിയുള്ള വൃത്തികേടുകൾ, ആ ജീർണതയ്ക്കെതിരായിട്ട് ഇന്ത്യൻ യുവത്വം ഉണരുന്നതിൻ്റെ മുഖമായിട്ടാണ് CJPയെ ഞാൻ കാണുന്നത്. അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോഴുള്ള പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രി പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കണം. പ്രധാനമന്ത്രി പറഞ്ഞത് ഭരണപക്ഷത്തുള്ള MP-മാർ ആ യുവാക്കളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ്. എന്താ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്? ആ പരീക്ഷയിൽ നടന്ന അഴിമതി, കൊള്ളരുതായ്മ, പിടിപ്പുകേട്, അതിന് അറ്റമുണ്ടോ? ലോകത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നത്? വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയ ഒരു സമരം ചോരയിൽ മുക്കിക്കൊല്ലാൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ ചോട്ടിൽ നടക്കുന്ന സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ പ്രധാനമന്ത്രി ശ്രമിക്കുന്നതാണ്. അദ്ദേഹത്തിന് അവിടെ പോയിക്കൂടെ? അദ്ദേഹത്തിന് ഒരാളെ പറഞ്ഞയച്ചൂടെ? അദ്ദേഹത്തിന് അവരെ ചർച്ചയ്ക്ക് വിളിച്ചൂടെ? ഇതൊന്നും ചെയ്യില്ല. ഇതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യ മര്യാദയാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പൗരാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഭാവിയിലും താല്പര്യമുള്ള എല്ലാ ആളുകളും അതിന് നിരുപാധികം പിന്തുണ കൊടുക്കേണ്ടതാണ്. അതിൻ്റെ നേതാവ് ആരാണ്, അവരുടെ മാനിഫെസ്റ്റോ എന്താണ്, അവരുടെ പ്രത്യയശാസ്ത്രം എന്താണ് എന്നൊന്നും നോക്കരുത്. പ്രതിപക്ഷത്തുള്ള എല്ലാ ആളുകളും, കോൺഗ്രസ്സുകാരും CPM-കാരും CPI-ക്കാരും മറ്റ് പാർട്ടിക്കാരും എല്ലാവരും അതിന് പിന്തുണ കൊടുക്കണം. ഞാൻ പറയുന്നത് BJP-ക്കാരായ യുവാക്കൾ പോലും ആ സമരത്തിന്റെ കൂടെ നിൽക്കണം എന്നാണ്.